ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയാണ്. ഓട്സും പപ്പായയും ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. വെയിറ്റ് ലോസിനൊക്കെ തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്മൂത്തിയാണ് ഈ ഒരു ഓട്സ് പപ്പായ സ്മൂത്തി. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 1/4 കപ്പ് അളവിൽ ഓട്സ് എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3 കാഷ്യൂ നട്ട്സും ഒരു 3 ബദാമും കൂടെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. കുരുവെല്ലാം കളഞ്ഞെടുത്തിട്ടുള്ള ഡേറ്റ്സ് ആണത്. ഇനി നമുക്കിതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം ഒരു 15 മിനിറ്റോളം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടാണ് സോക്ക് ചെയ്യാൻ വെക്കുന്നത്. വെള്ളത്തിന് പകരം നമുക്ക് പാൽ വേണമെങ്കിലും ഒഴിച്ച് വയ്ക്കാം. ഇനി ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ടാവും. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് പപ്പായയാണ്. അപ്പോൾ അത്യാവശ്യം വലിയൊരു പീസ് പപ്പായ തന്നെ എടുത്തിട്ടുണ്ട്. നമുക്കിനി പപ്പായയും കൂടെ മുറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ പപ്പായ കഴിക്കുന്നതുകൊണ്ട് വൈറ്റമിൻ എ, വൈറ്റമിൻ സി ഒക്കെ നല്ലോണം കിട്ടും. അതുപോലെ ഫൈബറും നല്ലോണം ഉണ്ട്. പിന്നെ നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനും നല്ലോണം ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഫാറ്റ് അബ്സോർപ്ഷൻ കുറയ്ക്കാനായിട്ടും ഈ ഒരു പപ്പായ കഴിക്കുന്നതുകൊണ്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ല രീതിക്ക് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഓട്സ് പപ്പായ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരല്പം പപ്പായ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്മൂത്തിയാണ് ഈ ഒരു ഓട്സ് പപ്പായ സ്മൂത്തി. ശരിക്കും നമ്മുടെ വയറൊക്കെ തന്നെ അത്യാവശ്യം നന്നായി നിറഞ്ഞിരുന്നോളും. അപ്പോൾ വെയിറ്റ് ലോസിന് ട്രൈ ചെയ്യണവരും തീർച്ചയായിട്ടും കഴിച്ചിരിക്കേണ്ട ഒരു സ്മൂത്തി തന്നെയാണ് ഈ ഒരു ഓട്സ് പപ്പായ സ്മൂത്തി. അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റും നല്ല ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.